കുറേ ആൾക്കാർ എൻ്റെ ഡിമെയിൽ വന്ന് ചോദിക്കാറുണ്ട്, കണ്ണെങ്ങനെയാണ് എഴുതുന്നത്, ഏത് മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്, കണ്ണ് അടിപൊളിയാണ്, നല്ല ലാഷസാണ്. എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ വളരെ വലിയ ലാഷസ് ആണെന്ന്. ഇറ്റ്സ് നോർമൽ. ലൈക്ക് പിന്നെ അതിനെ എഴുതി നന്നായിട്ട് വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ കുറേ വർഷമായിട്ട് മസ്കാര യൂസ് ചെയ്യുന്നതാണ്. കറൻ്റ് ഞാനിപ്പോൾ ദുബായിലാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മസ്കാര എസൻസിൻ്റെ മസ്കാരയാണ്. നാട്ടിലത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നാട്ടിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മസ്കാര മെബിലിൻ്റെ മസ്കാരയാണ്. മെബിലിൻ്റെ ഹൈപ്പർ കേൾ ഈസി വാഷ് മസ്കാരയാണ്. എപ്പോഴും ഞാൻ എൻ്റെ കണ്ണിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് ഞാൻ എപ്പോഴും നന്നായിട്ട് എഴുതി നന്നായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് ഞാൻ നോക്കാറുണ്ട്. ഒരു കാജൽ പെൻസിൽ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ 24 സ്റ്റേ കാജലാണ്. അത് നല്ലതാണ്, നന്നായിട്ട് ഒരുപാട് സമയം നിൽക്കുന്നുണ്ട്, നല്ല സൂപ്പറാണ്, നല്ല കളറും കിട്ടുന്നുണ്ട്. ഇതൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുത്തുന്നത്, അപ്പോൾ കുറച്ച് യൂസ് ചെയ്താൽ മതി. കണ്ട, ഞാൻ ഈ എൻഡിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കത്തേ ഉള്ളൂ. ഞാൻ 2 കണ്ണിൻ്റെയും എൻഡിൽ എഴുതി കൊടുത്തു. ഇതും നല്ല ഭംഗിയുണ്ട്. പിന്നെ മസ്കാര ഇട്ടാലും മതി. പക്ഷേ എനിക്കെപ്പോഴും കുറച്ചുകൂടെ സ്മോക്കി ആയിട്ടുള്ള ഐസാണ് ഇഷ്ടം. ലിപ്സ്റ്റിക്കാണ്, ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ശകല, ഇതിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ലിപ്സ്റ്റിക്കാണ്. ഇതിന് ഒരു ശകല ഇട്ട് കൊടുക്കാറുണ്ട്. ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല, താല്പര്യം പോലെ ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇതിനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് സ്മഡ്ജ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്താൽ മതി. ഇത് ആദ്യം എൻഡിൽ എഴുതി നന്നായിട്ട് കൊടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, കണ്ണൊക്കെ എഴുതി മസ്കാരൊക്കെ ഇട്ടിട്ടുള്ള എൻ്റെ കണ്ണുകൾ. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, കണ്ണ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോഴും എല്ലാവരും ഇനിയും മെബിലിൻ്റെ ഹൈപ്പർ കേൾ ഈസി വാഷിൻ്റെ മസ്കാര യൂസ് ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് പറയണം എങ്ങനെയുണ്ടായിരുന്നു എന്നോട് പറയണം. ഓക്കെ.